സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷെ കൊടുക്കുന്ന മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ. ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ നടന്നൊരു കൊലപാതകത്തിനകത്ത് ആ ഒരു കുട്ടി പറയുന്നതിനകത്ത് എനിക്ക് ക്ലിക്കായ ഒരു സാധനം വെച്ചാൽ, കൂട്ടത്തിൽ നടത്തി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് കൂട്ടത്തില്ല. അത്രത്തോളം അവരെ ഗ്രാസ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം സിനിമകൾ ഇത്രത്തോളം നമ്മൾ തെറ്റായിട്ട് ഒരു സിനിമ ഒരു കലാരൂപമാണ്, അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് തെറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പല സിനിമകളിൽ നിന്നും. അങ്ങനെ രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഇപ്പം ഒക്കെ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളും അത് ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത്. ഇപ്പം സ്വാധീനിക്കാൻ ഇപ്പം നമുക്കത് കൃത്യം പറയാൻ പറ്റില്ല. എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അപ്പൊ സിനിമകൾ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമകൾ എന്നെ ഒരു സിനിമയായിട്ടല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ. ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടുമില്ല, ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല. പേഴ്സണലി എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം വരെ സിനിമ കാണുന്ന ആളാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു സിനിമ കണ്ടെന്ന് കരുതി സിനിമയാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമയിൽ കാണുന്നതിനെ അങ്ങനെ എടുത്ത് തലയിൽ വെക്കുന്ന ആളല്ല ഞാൻ. ഇത് പേഴ്സണലിയാണ് ഞാൻ പറയുന്നത്. ഇതിപ്പം മൊത്തത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ആ ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ സെൻസർ നിയമങ്ങളെയൊക്കെ കുറച്ചും കൂടെ കൃത്യത, നമുക്കിതെല്ലാം ഉണ്ട്, പക്ഷെ ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. കുട്ടികൾ കാണേണ്ട സിനിമകൾ കുട്ടികളെ കാണിക്കുക, കുട്ടികൾ കാണേണ്ടാത്ത സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുക. അത് ഓരോരുത്തരുടെയും, അത് പേരൻസിന്റെ അടക്കം ഉത്തരവാദിത്തമാണ്. ഇത് അഡൽട്സ് മാത്രം കാണേണ്ട ഒരു സിനിമയാണെന്ന് പരസ്യം ചെയ്യുകയും പേരൻസ് തന്നെ കുട്ടികളെ കൊണ്ട് അതിലേക്ക് കാണിക്കാൻ പോവുകയും ചെയ്തിട്ട് സിനിമയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും സിനിമയ്ക്കാണ് കുറ്റം വരുന്നത്. സിനിമയാണ് എല്ലാത്തിനും. ഇപ്പൊ പാർട്ടിക്കാരും പറയുന്നത് സിനിമകളാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. ലഹരിയുടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം, സിനിമ എന്തെല്ലാം നല്ല മെസ്സേജ് ചെയ്ത് ഈ സമൂഹമൊക്കെ എന്നെ നന്നാവേണ്ടതാണ്. എത്രയോ നല്ല സിനിമകൾ വരുന്നു. അപ്പൊ അത് ഇപ്പൊ മോശം സാധനം സ്വാധീനിക്കുന്ന പോലെ തന്നെ നല്ലത് സ്വാധീനിക്കണ്ടേ? എനിക്കതിന് വലിയ വിശ്വാസമൊന്നുമില്ല. പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര അങ്ങനെയായിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ സ്വാധീനിക്കണ്ടേ? നമ്മളിപ്പോ നല്ലൊരു സിനിമ ചെയ്ത് നല്ലൊരു സന്ദേശമുള്ള സിനിമ ചെയ്താൽ തിയേറ്ററിൽ ആള് പോലും ഇപ്പം വരത്തില്ല. അതാ അവസ്ഥ. ആളുകൾക്ക് ഇപ്പൊ കൂടുതൽ നെഗറ്റീവ് കാണാനായിട്ടാണ്. ഇപ്പം സമൂഹത്തിൽ ഇപ്പൊ കൂടുതൽ ലഹരിയുടെ ഉപയോഗം അവർ പറയുന്നത് സിനിമകളിൽ തന്നെ അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. സിനിമ കാണേണ്ട കാര്യമുണ്ട്. ഇന്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമം നമുക്ക് നിരോധിക്കാൻ പറ്റുമോ? ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ? പറയുന്നവരോട് ചോദിക്കണം, എനിക്കറിയില്ല. അല്ല, ഇന്റർനെറ്റ് നമുക്ക് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഇത്ര ആളുകളുടെ എല്ലാവരുടെയും ഫോണിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. ഇന്റർനെറ്റിൽ നോക്കിയാൽ ഈ ലോകത്ത്, നമുക്ക് ഇന്ത്യ ഈ ലോകത്ത് എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രഗിനെ ഏത് കാര്യത്തെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും. അത്ര ഇൻഫർമേഷൻ ഇപ്പൊ AI ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ കിട്ടും. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മള് ഈ കലാരൂപത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ എനിക്കത് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലായിട്ട്. സിനിമയുടെ കുഴപ്പമല്ല, ഞാനൊന്നും വിശ്വസിക്കുന്നു.